സമൂഹത്തിൽ പെണ്ണാരാണ്? മനുഷ്യന് പെണ്ണ് ഏതാണ്? പെണ്ണെവിടെയാണ് നിലകൊള്ളേണ്ടത്? പെണ്ണിന്റെ ജീവിതം എങ്ങനെയാവണം? പെണ്ണ് നിയന്ത്രിക്കപ്പെടേണ്ടവളാണോ നിയന്ത്രിക്കേണ്ടവളാണോ? സാംസ്കാരിക മേഖലയിൽ പെണ്ണെവിടെയാണ്? മതത്തിൽ പെണ്ണെവിടെ നിലകൊള്ളുന്നു? രാഷ്ട്രീയത്തിൽ പെണ്ണിന്റെ ഭാഗധേയം എന്താണ്? കുടുംബത്തിൽ പെണ്ണ് എവിടെ നിലകൊള്ളണം? ചർച്ചകൾ ഇന്നും തീരാത്ത ചർച്ചകളാണ്. എത്രയോ ലോകത്ത് ആയിരം സംഘടനകൾ പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നു. പെണ്ണിന്റെ വിഷമങ്ങൾ പറയാനും പെണ്ണിന്റെ കഷ്ടപ്പാടുകൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും പെണ്ണിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കൊടിയേന്താനും. ലോകത്തെ വൻകിട രാജ്യങ്ങളുടെ പാർലമെന്റുകളിൽ അവരുടെ ചരിത്രത്തിൽ എത്രയോ മണിക്കൂറുകൾ മാറ്റിവെച്ചിരിക്കുന്നു പെണ്ണിന് വേണ്ടി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റ് അതിന്റെ ചരിത്രത്തിൽ നൂറുകണക്കിന് മണിക്കൂറുകൾ പെണ്ണിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമനിർമ്മാണ സഭകൾ പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി, പെണ്ണിന്റെ ഉത്ഥാനത്തിന് വേണ്ടി, പെണ്ണിന്റെ നവോത്ഥാനത്തിന് വേണ്ടി നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമ്മളൊന്ന് ചെവി വട്ടം പിടിച്ചാൽ നമുക്ക് കേൾക്കാം ഏങ്ങലടിച്ച് കരയുന്ന പെണ്ണിന്റെ ഗദ്ഗതം. ആർക്കും പെണ്ണിന് നേർവഴി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതി എന്താണോ പെണ്ണിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ ഇന്നും ലോകത്ത് നിലകൊള്ളുന്ന അനേകായിരം ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീത്വത്തിന്റെ ഉദ്ധാന നായകനായി തകർക്കപ്പെട്ടിരുന്ന സ്ത്രീത്വത്തെ, അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീത്വത്തിന് ലോകം കണ്ട ഏറ്റവും വലിയ ഉദ്ധാനത്തിന്റെ നായകനായി കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നിന്നെ ആരാണ് പഠിപ്പിച്ചത്? പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സമുദായത്തിന്റെ പെങ്ങളെ, നിന്നെ ആരാണ് പഠിപ്പിച്ചത്? നിന്റെ സ്വാതന്ത്ര്യം ഏതെങ്കിലും വേദികളിൽ വന്നുകൊണ്ട് അതിൽ ചിലങ്കയണിഞ്ഞ് നൃത്തമാടലാണെന്ന് ആരാണ് പെങ്ങളെ നിന്നെ പഠിപ്പിച്ചത്? നിന്റെ സ്വാതന്ത്ര്യം അങ്ങാടികളിലൂടെ, രാഗ്രായ്മാനം അങ്ങാടികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കലാണെന്ന് ആരാണ് പെങ്ങളെ നിന്നെ പഠിപ്പിച്ചത്? തോളിൽ കൊടിയേന്തിയിട്ട് വിപ്ലവത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അങ്ങാടികളെ വിറപ്പിക്കേണ്ടവളാണ് പെണ്ണേ. അതാണ് നിന്റെ ധർമ്മമെന്ന് ആരാണ് പഠിപ്പിച്ചത്? പെണ്ണേ, നിന്നെ ആരാണ് പഠിപ്പിച്ചത്? ഈ ലോകത്തൊരു മുട്ടസൂചി മുതൽ ലോകത്ത് എന്ത് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ അതെല്ലാം വിൽക്കപ്പെടാനുള്ള കമ്പോളത്തിന്റെ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ചൂണ്ടയാണ് നിന്റെ നഗ്നമേനി എന്ന് പെണ്ണേ, നിന്നെ ആരാണ് പഠിപ്പിച്ചത്? അരുത് പെങ്ങളെ, നീ എന്നറിയുമോ? പെങ്ങളെ, നീ പ്രപഞ്ചത്തിന്റെ താളമാണ്, നീ ചരിത്രത്തിന്റെ ഭാഗധേയമാണ്, നീ ഭാവിയുടെ ആശയാണ്, നീ വർത്തമാനത്തിന്റെ നേർപകുതിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലയോ, വമിന്നായാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പെണ്ണ് അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, പെണ്ണ് പിച്ച് ചീന്തപ്പെടേണ്ടവളല്ല, പെണ്ണ് കഷ്ടപ്പെടേണ്ടവളല്ല. പെണ്ണ് ഈ സമൂഹത്തിന്റെ മനുഷ്യത്വത്തിന്റെ നേർപാതയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് വിശാലമായ നീലാകാശം പോലെ, നീലാകാശത്തിന്റെ ലോകത്ത് വിഴിച്ചിമ്മി തുറക്കുന്ന താരാപഥങ്ങൾ പോലെ, അരുണാഭമായ രശ്മിയോടുകൂടി പ്രഭാതങ്ങൾ നമ്മെ വിളിച്ചുണർത്താൻ വരുന്ന ബാലാർക്കനെ പോലെ, വിശാലമായി പരന്നു കിടക്കുന്ന നീലസാഗരം പോലെ, നീലസാഗരത്തിലെ അലമാലകൾ പോലെ അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. ആ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് പെണ്ണേ നീ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ.
പെണ്ണിനെ കുറിച്ച് പറയാൻ പലർക്കും 100 നാവാണ്. പെണ്ണിനെ കുറിച്ച് എഴുതാൻ തൂലിക മഷി ചുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണിന് വേണ്ടി എത്രയോ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെണ്ണിന്റെ കണ്ണുനീര് തുടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പെണ്ണിനെ നിർവചിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഇന്നും സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും സംവേദനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾക്ക് പെണ്ണാരാണെന്ന് പോലും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല? പെണ്ണാരെന്നറിയുമോ? ومن آياته أن خلق لكم من أنفسكم أزواجا. നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഇണകളെ പടച്ചു തന്നത് പെണ്ണ് ഇണയാണ്. രാവിലെ പകല് പോലെയാണ്, കയറ്റത്തിനൊരു ഇറക്കം പോലെയാണ്, കാന്തിക മണ്ഡലത്തിന് വൈദ്യുത മണ്ഡലം പോലെയാണ്. പെണ്ണ് മറ്റൊന്നിനോട് ആണിന്റെ മാത്രം ചരിത്രം പറയാൻ കഴിയില്ല, ആണിന്റെ മാത്രം ഭാവി പറയാൻ കഴിയില്ല. വർത്തമാനവും ആണിന്റെ മാത്രമല്ല, അത് പെണ്ണിന്റെ കൂടെയാണ്. പെണ്ണ് ഇണയാണ്, ഈ മനുഷ്യത്വത്തിന്റെ ഇണയാണ്. കുറിച്ച് മാറ്റപ്പെടാൻ കഴിയാത്ത രാവും പകലും കൂടുമ്പോഴാണ് ഒരു ദിനം പൂർത്തിയാകുന്നതെങ്കിൽ ആണും പെണ്ണും കൂടുമ്പോഴാണ് മനുഷ്യത്വം പൂർത്തിയാകുന്നത്, മനുഷ്യ സംസ്കാരം പൂർത്തിയാകുന്നത്. ഇങ്ങനെ പറഞ്ഞു വെക്കാൻ, ഇത്ര തന്മയത്വത്തോടുകൂടെ പെണ്ണിനെ പറയാൻ ലോകത്ത് ഒരു ഈസത്തിനും കഴിഞ്ഞിട്ടില്ല, ഒരു ദർശനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, ഏത് ഭാഷക്കും കഴിഞ്ഞിട്ടില്ല. മലയാളത്തിൽ നമ്മൾ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോ അതിൽ തന്നെ ധ്വനിയുണ്ട്, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളും എന്ന ധ്വനിയുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലാവട്ടെ ഹസ്ബൻഡും വൈഫുമാണെങ്കിൽ, ഹിന്ദിയിൽ പതിയും പത്നിയുമാണെങ്കിൽ, ഏത് ഭാഷകളും ധ്വനിപ്പിക്കുന്നത് തന്നെ. എന്നാൽ വിശുദ്ധ ഖുർആൻ പെണ്ണിനെയും ആണിനെയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ്, ഒന്ന് മറ്റൊന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത വിധം അവരിണകളാ. പെണ്ണ് മനുഷ്യത്വത്തിന്റെ ഇണയാ, മാറ്റി നിർത്തപ്പെടാൻ സാധ്യമല്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഭാഗത്തെ നാം പടച്ചു വച്ചിരിക്കുന്നത്? ലിതസ്കുനൂ ഇലൈഹാ, ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾ പെണ്ണിലേക്ക് സമാധാനം തേടാൻ അവളുടെ മടിത്തട്ട് സമാധാനമാണ്, അവളുടെ കിളിമൊഴികൾ സമാധാനമാണ്, അവളുടെ തലോടൽ സമാധാനമാണ്. പെണ്ണ് സമാധാനമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവളുടെ അഭിമാനം തെരുവിൽ വലിച്ചു ചീന്തപ്പെടേണ്ടതല്ല, വിൽപ്പനക്ക് വെക്കപ്പെടേണ്ടതല്ല. അവള് മനുഷ്യത്വത്തിന് സമാധാനം നൽകാൻ പടക്കപ്പെട്ടവളാണെന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് എപ്പോഴും ഇസ്ലാമേറെ പഴികൊണ്ടത് എന്തിനാ? പെണ്ണിനെ തന്നെ വീടിന്റെ അകത്തളത്തിൽ ഇസ്ലാം ഒതുക്കി വച്ചിരിക്കുന്നുവെന്നാണ്. പർദ്ദക്കുള്ളിൽ, കറുത്ത പർദ്ദക്കുള്ളിൽ പാവപ്പെട്ട പെണ്ണിന്റെ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും ഇസ്ലാം അടിച്ചമർത്തിയിരിക്കുന്നുവെന്നാണ് ചിലർക്ക് പറയാനുള്ളത്. എന്നാലറിയുമോ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്ത്, പെണ്ണേ നിന്റെ ഭൂതകാലം തിരയുക, നിന്റെ ചരിത്രം തിരയുക, നിന്റെ ഇന്നലകൾ തിരയുക. വൈദാ ബുശ്ശിറ ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കളീം. മനുഷ്യ, നിനക്കൊരു കുഞ്ഞുമോൻ ജനിച്ചിരിക്കുന്നു, നിനക്കൊരു പൊന്നുമോൾ ജനിച്ചിരിക്കുന്നു. വൈദാ ബുശ്ശിറ ബിൽ ഉൻസാ, നിനക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പറയപ്പെട്ടാൽ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, വല്ല വജൂഹു മുസ്വദ്ദാ, അവന്റെ മുഖം കറുക്കുമായിരുന്നുവല്ലോ. വഹുവ കളീം, പെണ്ണാണ് ജനിച്ചു പോയതെന്നോർത്തുകൊണ്ട് അവൻ വല്ലാതെ കോപിക്കുമായിരുന്നല്ലോ, അപമാന ഭാരത്താൽ തലകുറിയുമായിരുന്നുവല്ലോ. ആ കാലഘട്ടത്തിലല്ലേ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട്, ഭക്ഷണം ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ പെൺമക്കളുടെ മറ്റു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊന്നുകളയല്ല, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊന്നുകളയല്ല. ലോകത്തുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് ലോകത്ത് നടക്കുന്നത്, ഓരോ മണിക്കൂറിലും എത്ര മനുഷ്യന്റെ ഭ്രൂണങ്ങളാണ് തകർക്കപ്പെടുന്നത്, എത്ര പെൺകുഞ്ഞുങ്ങളാണ് മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കൊലക്കത്തിക്കരയാകുന്നത്. 6-ാം നൂറ്റാണ്ടിൽ അപരിഷ്കൃതനായ അറബി വിശാലമായ ആകാശഗംഗയിലെ താരാപഥങ്ങൾ എണ്ണാൻ മാത്രം അറിയുമായിരുന്ന വിശാലമായ സൈകത ഭൂമിയിൽ ആടുമേച്ച് ഒട്ടകത്തെ പോറ്റി എന്തെന്നറിയാത്ത, അറിവില്ലാത്ത, എന്തിനെ കുറിച്ചും അറിയാതിരുന്ന അറബി പൊന്നുമക്കൾക്ക് ജനിക്കാൻ അവസരം നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനിക ലോകത്ത് മനുഷ്യൻ ഗ്രഹാന്തരങ്ങളോളം ഉയർന്നിരിക്കുന്ന കാലത്ത് ഓരോ മണിക്കൂറിലും എത്ര പെൺകുഞ്ഞുങ്ങളാ ലോകത്ത് ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിയ കാലഘട്ടത്തിലും ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പാഠമാണ്, ഇന്നും ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്. ലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയല്ല, ഗളച്ഛേദം നടത്തല്ല, പച്ചക്ക് കൊന്നുകളയല്ല. നഹ്നു നർസുഖുഹും വഇയ്യാഹും. അവർക്ക് ഭക്ഷണം നൽകുന്നവൻ ഞാനാണ്, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ ഞാനാ. നിങ്ങൾക്ക് വേണ്ടി അരി ഉണ്ടാക്കുന്നവൻ ഞാനാ, നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിക്കുന്നവൻ ഞാനാണ്. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഒരു തുള്ളി മഴ പെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ലോകത്ത് ഒരു നെന്മണിയുടെ ഒരു കതിര് പൊട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവന് ഞാനല്ലേ, നിങ്ങൾക്ക് വായു നൽകുന്നത് ഞാനല്ലേ, നിങ്ങൾക്ക് ശുദ്ധജലം നൽകുന്നത് ഞാനല്ലേ, നിങ്ങൾക്ക് ഈ ഭൂമിയെ സുന്ദരമായി ജീവിക്കാൻ പാകത്തിൽ ഈ ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നത് ഞാനല്ലേ. അതേ അല്ലാഹ്, നിനക്ക് വെള്ളം നൽകുന്ന അല്ലാഹ്, നിനക്ക് വായു നൽകുന്ന അല്ലാഹ്, നിനക്ക് ഭക്ഷണം തന്ന അല്ലാഹ്, നിനക്ക് കിടക്കാൻ ഭൂമി തന്ന അല്ലാഹ്, അവൻ തന്നെയാണ് ജനിക്കാൻ പോകുന്ന മക്കളെയും പോറ്റേണ്ടവന്. അവനാണ് ഈ ഭൂമിയിലെ സകലമാന ചരാചരങ്ങളെയും പോറ്റുന്നവൻ. വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അത് അല്ലാഹുവിന്റെ നിയമമാണ്, അത് പ്രകൃതിയുടെ നിയമമാണ്. അതിൽ കൈകടത്താൻ ലോകത്തൊരാൾക്കും അവകാശമില്ല. നിങ്ങൾ ലോകത്തെ ജനസംഖ്യ നിയന്ത്രിക്കാൻ മക്കളെ കൊന്നുകളയണ്ട, നിങ്ങൾക്കതിന് അവകാശമില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്, അത് പടച്ച റബ്ബിന്റെ നിയമമാണ്. ലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊന്നുകളയല്ല. ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ നായകൻ വന്ന് പ്രഖ്യാപിക്കുകയാണ്, പെണ്ണ് സമാധാനമാണ്. അവൾ മകളാകുമ്പോഴും സമാധാനമാണ്, അവൾ അമ്മയാകുമ്പോഴും സമാധാനമാണ്, അവൾ ഇണയാകുമ്പോഴും സമാധാനമാണ്, അവളെല്ലായ്പ്പോഴും സമാധാനമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനെ നിർവചിച്ച പോലെ നിർവചിക്കാൻ ലോകത്ത് ഏത് ദർശനത്തിനാ കഴിഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലയോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും സ്വർഗം എവിടെയാ? നമ്മുടെ സ്വർഗം എവിടെയാ കിടക്കുന്നത്? അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം ഉമ്മാന്റെ കാലടിപ്പാടിലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് ജനിച്ചു പോയ ഏതൊരു മനുഷ്യനും ഒരു ഉമ്മാന്റെ കുഞ്ഞല്ലേ, ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ പിറവി കൊണ്ടവനല്ലേ, ഒരു ഉമ്മ പ്രസവിച്ചതല്ലേ. അവന്റെ സ്വർഗം ഒരു പെണ്ണിന്റെ കാലടിക്കയിലാ. എന്റെയും നിന്റെയും സ്വർഗം ഒരു പെണ്ണിന്റെ കാലടിക്കയിലാ. ഇത്രമേൽ പെണ്ണിന് സ്ഥാനം നൽകിയ, ഇത്രമേൽ പെണ്ണിനെ പുണ്യവതിയാക്കി പ്രഖ്യാപിച്ച ഏതൊരു ദർശനമാണ് ലോകത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഏതൊരു ഇസമാ, ഏതൊരു ഗുരുവിനെയാ, ഏതൊരു നേതാവിനെയാ, ഏതൊരു ചിന്താധാരയാ ലോകത്ത് വന്നിട്ടുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, ഏറ്റവും നല്ല ആണിനെ കുറിച്ച്, ഈ സമുദായത്തിലെ ഏറ്റവും നല്ല പുരുഷനാരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്തെന്നറിയുമോ? ഖിയാറുകും ഖിയാറുകും ലിനിസാഇകും. ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ, ലോകത്തിന്റെ നായകന്റെ നേരെ അനാവശ്യമായ എഴുത്തുകളുമായി കടന്നു വരുന്നവർ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അപമാനം തകർത്തെറിയാമെന്ന് വ്യാമോഹിക്കുന്നവർ, പഠിക്കണം നിങ്ങൾ ഈ സമുദായത്തിന്റെ പെണ്ണ് ആരാണെന്ന്. ഖിയാറുകും ഖിയാറുകും ലിനിസാഇകും. നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷൻ, നിങ്ങളിൽ ഏറ്റവും നല്ല ആൺ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പുരുഷൻ ആരെന്നറിയുമോ? ഖിയാറുകും ഖിയാറുകും ലിനിസാഇകും. നിങ്ങളുടെ വനിതകളോട്, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണ് ഉമ്മയാകുമ്പോൾ അവള് സ്വർഗത്തിന്റെ കവാടമാണ്. അവളുടെ കാലടിപ്പാടിലാണ് സ്വർഗം കിടക്കുന്നത്. പെണ്ണ് ഭാര്യയാകുമ്പോൾ ഒരു പുരുഷന്റെ നന്മയുടെ അളവ് പോലാണ് അവൾ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് നിന്റെ സർട്ടിഫിക്കറ്റ്. എത്ര വലിയ കാരണവരായിട്ടും കാര്യമില്ല, എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, ആർക്ക് വേണ്ടപ്പെട്ടവനായിട്ടും കാര്യമില്ല, എന്റെ ഭാര്യ എനിക്ക് തരുന്ന സർട്ടിഫിക്കറ്റാണ് ഒരു പുരുഷന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനായി, സമൂഹത്തിന് വേണ്ടപ്പെട്ടവനായി, സമുദായത്തിന് വേണ്ടപ്പെട്ടവനായി നീ കെട്ടിക്കൊണ്ടുവന്ന, നീ കൈപിടിച്ചു കൊണ്ടുവന്ന നിന്റെ ജീവിതത്തിന്റെ നേർപ്പാതിക്ക് നീ നൽകുന്നത് കണ്ണുനീരാണ്, സന്താപമാണ്, ദുഃഖമാണ്, വിഷമമാണ്. ഓ പ്രിയപ്പെട്ടവരെ, നിനക്ക് നല്ലവനാവാൻ കഴിയില്ല, റബ്ബിന്റെ മുമ്പിൽ നല്ലവനാവാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ഖിയാറുകും ലിനിസാഇകും. നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുൽ അഹ്ലി. ലോകം കണ്ട ഏറ്റവും നല്ല ഭർത്താവ് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് പെണ്ണിനെ അടിച്ചമർത്തേണ്ടവളല്ല. ഭർത്താവ് പെണ്ണിന്റെ സംരക്ഷകനാണ്. അവളെ പൊന്നു പോലെ നോക്കേണ്ടവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. അപ്പോഴാണ് ഒരു അറാബി തന്റെ ഒട്ടകപ്പുറത്ത് തന്റെ ഭാര്യ ഇരുത്തിയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത്. നബി തങ്ങൾ വിളിച്ചു, നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അറാബിയോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദര, നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, നിന്റെ പിന്നിലുള്ളത് പളുങ്കാണ്, അതിനെ സൂക്ഷിക്കണേ, അതുടഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ലോക വനിതാ ദിനത്തിന് ഇതിനേക്കാൾ വലിയ ഒരു സന്ദേശം നൽകാൻ ലോകത്താർക്ക് കഴിയും. പെണ്ണ് പളുങ്കാണ്, പെണ്ണ് പളുങ്കാണ്, അതുടഞ്ഞു പോകാതെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് മകളാകുമ്പോഴോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ആർക്കെങ്കിലും 2 പെൺമക്കളെ കൊടുത്താൽ, മറ്റൊരു ഹദീസിൽ കാണാം, ആർക്കെങ്കിലും അല്ലാഹു തആല 2 സഹോദരിമാരെ കൊടുത്താൽ ഫഅദ്ദബഹുന്ന വഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റൻ മിനന്നാർ. ആരെങ്കിലും 2 പെൺമക്കളെ പോറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ, ആംഗളയായ പുരുഷൻ, സഹോദരനായ പുരുഷൻ തന്റെ പെൺമക്കൾക്ക് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അവർക്ക് അദബ് നൽകി, അവർക്ക് വിദ്യ നൽകി, അവർക്ക് അറിവ് നൽകി, അവർക്ക് മര്യാദ നൽകി, അവർക്ക് സംസ്കാരം നൽകി, അവർക്ക് ജീവിത ചിട്ടകൾ നൽകി, നീ അവർക്ക് നന്മ ചെയ്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, ഇസ്ലാമികമായ ചിന്താധാരയിൽ വളർത്തിയെടുത്തു. ഒടുക്കം ബലിഷ്ഠനായ ഒരു പുരുഷന്റെ കൈകളിൽ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, അവളുടെ കൈപിടിച്ചേൽപ്പിച്ചാൽ കുന്നലഹു സിത്റൻ മിനന്നാർ. ആ 2 പെൺകിടാങ്ങൾ, ആ 2 പെങ്ങന്മാർ നരകത്തിൽ നിന്നുള്ള പരിചയ, അവന് നരകമില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന് ഇത്രമേൽ സ്ഥാനം നൽകാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഹബീബിനല്ലാതെ, വിശുദ്ധ മതത്തിനല്ലാതെ ലോകത്താർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, എന്റെ ചെറുപ്പക്കാരാ, ലോകത്തെ ഏറ്റവും വലിയ സ്വത്തേതാ? ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമേതാ? ദക്കുള്ളിനൻ എന്ന് പറയുന്ന രത്നമാണോ? കോഹിനൂർ രത്നമാണോ? മയൂര സിംഹാസനമാണോ? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മാണിക്യമാണോ? മരതകമാണോ? വജ്രമാണോ? ഇന്ദ്രനീലമാണോ? കാഞ്ഞങ്ങാട് നഗരത്തിന്റെ മധ്യത്തിൽ 1 ഏക്കർ ഭൂമിയാണോ? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള തുണ്ട് ഭൂമിയാണോ? അല്ല കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സമ്പത്ത് അത് വജ്രമല്ല, അത് പളുങ്കല്ല, അത് മാണിക്യമല്ല, അത് ഗോമേതകമല്ല, അത് മരതകമല്ല, അത് ഇന്ദ്രനീലമല്ല, ഈ പ്രപഞ്ചത്തിലെ മറ്റൊന്നുമല്ല. അൽ മർഅതു സാലിഹ അദ്ദുനിയാ കുല്ലുഹാ മതാ. പ്രപഞ്ചമൊന്നടങ്കം ആസ്വാദ്യ വസ്തുക്കളാ, പ്രപഞ്ചമൊന്നടങ്കം ആസ്വാദ്യ വസ്തുക്കളാ. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സാലിഹ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് അത് നല്ല പെണ്ണാ, അത് സാലിഹത്തായ പെണ്ണാ, അത് പതിവ്രതയായ പെണ്ണാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞില്ലയോ, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 സമ്പാദ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 കാര്യങ്ങളാ. അതേതെന്നറിയുമോ? ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് പെണ്ണാണ്, പെൺമക്കളാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞുവല്ലോ, പ്രിയപ്പെട്ട പിതാക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, നീ ഒരു വീട്ടിൽ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, നിന്റെ വീട്ടിലേക്ക് എവിടെ നിന്നെങ്കിലും നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ, നിനക്ക് മക്കളുണ്ടെങ്കിൽ നീ മക്കൾക്ക് വേണ്ടി മധുര പലഹാരം കൊണ്ടുപോവണേ, മക്കൾക്ക് വേണ്ടി മധുര പലഹാരം കൊണ്ടുപോവണേ. ആണും പെണ്ണുമായ മക്കൾ നിനക്കുണ്ടെങ്കിൽ
അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, ഉപ്പ കടന്നു വരുമ്പോൾ മക്കൾ ഓടി വരില്ലേ? ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് മക്കൾ ഓടി വരില്ലേ? ഗേറ്റിങ്ങിലേക്ക്, പൂമുഖവാതിലിലേക്ക് മക്കൾ ഓടി വരില്ലേ? നിന്റെ കൈകളിലുള്ള മിഠായിപ്പൊതി, സമ്മാനപ്പൊതി നോക്കിയിട്ട് മക്കൾ അതിലേക്ക് നോക്കി നിൽക്കില്ലേ? എന്റെ പ്രിയപ്പെട്ടവനെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനയാ, നിന്റെ കയ്യിൽ മിഠായിയുടെ പൊതിയുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ടോയ്സിന്റെ പൊതിയുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ, മക്കൾക്ക് വേണ്ടി വാങ്ങിയ സമ്മാനം നിന്റെ കൈകളിൽ ഉണ്ടെങ്കിൽ, നിനക്കാണും പെണ്ണുമായ മക്കളുണ്ടെങ്കിൽ നീ പെൺകിടാങ്ങളുടെ കൈകളിൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മിഠായിപ്പൊതി കൊടുക്കേണ്ടത് പെൺകുഞ്ഞിന്റെ കയ്യിലാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഇത്രമേൽ പെണ്ണിനെ പരിഗണിക്കാൻ, ഇത്രമേൽ പെണ്ണിന്റെ ഔന്നിത്യത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അള്ളാഹുവിന്റെ ഹബീബിനല്ലാതെ ലോകത്താർക്കാ കഴിഞ്ഞത്? ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാ. എവിടെയോ പോയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു സ്വഹാബിയുടെ വീടിന്റെ മുറ്റത്ത് കൂടെയാ നബി തങ്ങൾ നടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ആ വീടിന്റെ പൂമുഖത്തേക്ക് നോക്കിയപ്പോ അള്ളാന്റെ ഹബീബ് കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ഈ വാവായ സ്വഹാബി നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. തന്റെ മടിത്തട്ടിൽ തന്റെ പൊന്നുമോനുണ്ട്. ഈ സ്വഹാബിയുടെ പൊന്നുമോനുണ്ട്. പറക്കമുറ്റാത്ത പിഞ്ചു പൈതലാണ്. സ്വഹാബിയുടെ മടിയിലിരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സ്വഹാബി തന്റെ പൊന്നുമോന്റെ മുടികൾക്കിടയിലൂടെ തന്റെ വിരലുകൾ ഇങ്ങനെ നടത്തിയിട്ട് തലോടുകയാണ്. പൊന്നുമോനെ നെഞ്ചോട് ചേർക്കുകയാണ്. ആ ഇളം കവിളുകളിൽ ഉപ്പാന്റെ ചുടുചുംബനമാണ്, സ്നേഹചുംബനമാണ്. ഉപ്പ മകനോട് കിന്നരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നോക്കി, കുറച്ചപ്പുറത്ത് പൊന്നുമോളുണ്ട്. വെറുതെ ഇങ്ങനെ ആ മതിലും ചാരി ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ് നബി തങ്ങൾ കാണുന്നത്. എന്തോ ഈ പൊന്നുമോൾക്ക് ഉപ്പയുടെ അടുത്തേക്ക് അടുക്കാൻ മടിയുള്ള പോലെ ആങ്ങളക്കുട്ടിയെ മടിയിലിരുത്തിയിട്ട് ഉപ്പ താലോലിക്കുന്നത് കണ്ടിട്ട് ആ പെൺകുഞ്ഞിനെന്തോ മനസ്സിൽ വിമ്മിഷ്ടമുള്ള പോലെ ദൂരെ മാറി നിൽക്കുകയാണ്. ആങ്ങളക്കുട്ടിയെ ഉപ്പ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഹബീബ് നേരെ കടന്നു വരികയാണ്. എന്നിട്ട് ഈ സ്വഹാബിയോട് പറയുന്നു, പൊന്നുമോനെ, എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അലാ സവൈത ബൈനഹുമാ, നിന്റെ പിഞ്ചു പൈതലായ ആൺകുട്ടിയെ മടിയിലിരുത്തി താലോലിക്കുമ്പോ നിന്റെ പൊന്നുമോൾ അപ്പുറത്ത് നോക്കി നിൽക്കുന്നുവെങ്കിൽ അലാ സവൈത ബൈനഹുമാ, നീ അവർക്കിടയിൽ നീതി പ്രവർത്തിച്ചിട്ടില്ല, അവർക്കിടയിൽ നീ സമം ചെയ്തിട്ടില്ല. ഇതനീതിയാണ്, ഇതനീതിയാണ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് ഇത് പറഞ്ഞപ്പോ ഈ സ്വഹാബി പൊന്നുമോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാ. അപ്പോഴും നബി തങ്ങൾ പറയുന്നു, അലാ സവൈത ബൈനഹുമാ, പെൺകുഞ്ഞിനോട് വിവേചനം കാണിക്കല്ല, പൊന്നുമോളോട് വിവേചനം ചെയ്യല്ല. നിന്റെ ആൺകുട്ടിയെ, നിന്റെ ആൺ പൈതലിനെ നിന്റെ മടിയിലിരുത്തിയ പോലെ നിന്റെ പൊന്നുമോളെയും മടിയിലിരുത്തു. അവൾക്കും കൊടുക്കൂ ഉപ്പാന്റെ ചുടുചുംബനം, അവൾക്കും കൊടുക്കൂ ഉപ്പാന്റെ നെഞ്ചിനോട് ചേർത്തിയുള്ള ചുംബനം, അവൾക്കും കൊടുത്തു നിന്റെ തലോടലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലും സഹിക്കാത്ത, ഇതുപോലും ഇത്തരത്തിലുള്ള ഒരു വിവേചനം പോലും സഹിക്കാത്ത നായകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ എങ്ങനെയാണ് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വിവേചനം നടത്തിയെന്ന് പറയുന്നത്? എങ്ങനെയാണ് പെണ്ണിന്റെ കണ്ണീരിന് വില കൊടുത്തില്ലെന്ന് പറയുന്നത്? പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഖവ്വാമൂന അലൻ നിസാ,
فضل الله بعضهم على بعض وبما أنفقوا من أموالهم والصالحات قانتات حافظات للغيب بما حفظ الله. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2015 സമാപനത്തിന്റെ സമയത്ത് 2015 സായം സന്ധ്യയിൽ 2016 ആരംഭത്തിൽ നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് വരെ കാണാത്ത ചില കാഴ്ചകൾ കണ്ടു. ഇന്നലകളിൽ കേരളം തൊട്ടറിഞ്ഞിട്ടില്ലാത്ത ചില സമരരീതികൾ പുതിയ തലമുറ കണ്ടതാണ്, പുതിയ തലമുറ അറിഞ്ഞതാണ്. ഇന്നലെ വരെ ലോകത്ത് ചിന്തിക്കാൻ പോലുമാവാത്ത സമരമുറകൾ. ആണും പെണ്ണും ഒന്നാവാൻ, ആണിന്റെയും പെണ്ണിന്റെയും തമ്മിലുള്ള ലിംഗസമത്വത്തിന് വേണ്ടി, ഇന്ന് ലിംഗസമത്വത്തിന് വേണ്ടിയാണ് ലോകത്ത് നടക്കുന്ന വലിയ വലിയ സമരങ്ങൾ. ലിംഗസമത്വത്തിന് വേണ്ടി കോഴിക്കോട് നഗരത്തിലെ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ, കൊച്ചി നഗരത്തിലെ മറൈൻ ഡ്രൈവിൽ ആണും പെണ്ണും തെരുവിലിറങ്ങി ചുംബിച്ചു കിസ് ഓഫ് ലവ്. ഇന്നലെ വരെ കേരളം കാണാത്ത ഒരു സംസ്കാരം, ഇന്നലെ വരെ ചിന്തിക്കാൻ പോലുമാവാത്ത സംസ്കാരം. കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട്, ക്ഷുഭിത യൗവനത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ ഓരോന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും നടു റോഡിൽ ചുംബിച്ചിട്ട് അവരാവശ്യപ്പെട്ടത് ആണും പെണ്ണും ഒരുപോലെയാണ്, ലിംഗസമത്വത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ കലാലയങ്ങളിൽപ്പെട്ട ഫാറൂഖ് കോളേജിന്റെ മണിമുറ്റത്ത് നമ്മൾ കലാപത്തിന്റെ കൊടികൾ പറക്കുന്നത് കണ്ടു. ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന വലിയ വലിയ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ, ഒരേ ക്ലാസ് റൂമിൽ ബെഞ്ചിൽ ഇടവിട്ടിരിക്കാൻ വേണ്ടി, ബെഞ്ചിൽ ആണും പെണ്ണും ഇടവിട്ടിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരത്തിന്റെ പുതിയ വാങ്ങിച്ചിൽപ്പുറങ്ങൾ തേടുന്ന വാർത്തകൾ, പുതിയ സമരത്തിന്റെ പുതിയ തീച്ചൂളകൾ, സമരത്തിന്റെ പുതിയ അഗ്നികൾ, അഗ്നിസ്ഫുലിംഗങ്ങൾ ചുറ്റുപാട് നിന്നും ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കണ്ടവരാണ്. ലോകമേ, നിങ്ങൾക്ക് സാധ്യമല്ല ലിംഗസമത്വം, ലോകത്ത് സാധ്യമല്ല. ലിംഗനീതിയെ കുറിച്ച് പറഞ്ഞോ, അതേ സാധ്യമാകൂ. ആണും പെണ്ണും ഒന്നല്ല, ആണിന്റെ സൃഷ്ടിപ്പൊന്നല്ല, പെണ്ണിന്റെ സൃഷ്ടിപ്പും ഒന്നല്ല. ആണും പെണ്ണും പ്രകൃതിപരമായി വ്യത്യാസമുള്ളവരാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഞാൻ പഴഞ്ചനായതുകൊണ്ടല്ല, നിങ്ങൾ എന്നെ വിളിച്ചോ പഴഞ്ചനെന്ന് വിളിച്ചോ, ലോകം തിരിയാത്തവനെന്ന് വിളിച്ചോ, ഒന്നും അറിയാത്തവനെന്ന് വിളിച്ചോ, എന്നാലും സാധ്യമല്ല. ലോകത്തൊരാൾക്കും നടപ്പിൽ വരുത്താൻ സാധ്യമല്ല. പെണ്ണുമാണും ഒന്നാണെന്ന്, ലിംഗസമത്വമാണെന്ന്, ആണും പെണ്ണും സമന്മാരാണെന്ന് ലോകത്ത് തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. വിരുദ്ധമാണ്, അത് മനുഷ്യത്വത്തിന് എതിരാണ്, അത് ഇന്നലകളുടെ ചരിത്രത്തിനെതിരാണ്. ആത്മാവ് മീട്ടുന്ന രാഗമല്ലേ മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു. ഏതൊരു പ്രവാചകന് വേണ്ടിയാണോ, ഏതൊരു നായകന് വേണ്ടിയാണോ കിഴക്കൻ ചക്രവാളത്തിൽ ബലാർക്കനുചേർന്നത്, ഏതൊരു നായകന് വേണ്ടിയാണോ ഈളം തന്നൽ എന്നെയും തഴുകിത്തലോടി കടന്നു പോയത്, ഏതൊരു നായകന് വേണ്ടിയാണോ നീലസാഗരത്തിൽ അലമാലകൾ ഉയർന്നു പൊങ്ങിയത്, ഏതൊരു നായകന് വേണ്ടിയാണോ താരാപഥങ്ങൾ മിഴിച്ചിമ്മി തുറന്നത്, ഏതൊരു നായകന് വേണ്ടിയാണോ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ നടമാടിയത്, ഏതൊരു നായകന് വേണ്ടിയാണോ കിളികൾ കളകളാരവം മുഴക്കിയത്, ഏതൊരു നായകന് വേണ്ടിയാണോ കളകളാരവത്തോടുകൂടെ നദികൾ ഒഴുകിപ്പോയത്, ഏതൊരു നായകന് വേണ്ടിയാണോ ഇവിടെ രാഗും പകലും ഉണർന്ന് പ്രവർത്തിച്ചത്, ഏതൊരു നായകന് വേണ്ടിയാണോ ഈ പ്രപഞ്ചം തന്നെ സംവിധാനിക്കപ്പെട്ടത്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. പ്രപഞ്ചം തന്നെ പടക്കപ്പെടാൻ കാരണദൂതനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തൃപാദങ്ങളിൽ മാൻപേട തുരുതുരാ ചുംബനം നൽകിയപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, പ്രവാചക പ്രഭുവേ, ജീവന്റെ ജീവനേ,
മുമ്പിലൊന്ന് സാഷ്ടാംഗം വീഴട്ടെയോ? ഓ മാൻപേട സ്നേഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സ്നേഹിക്കുന്നു നബിയേ, അതിനേക്കാൾ മോഹിക്കുന്നു നബിയേ. മാൻപേട കാലിൽ ചുംബിച്ചുവെങ്കിൽ ഞങ്ങളൊന്ന് സാഷ്ടാംഗം നമിക്കട്ടെ. ഞങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അത് പറയാനാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്തെന്നറിയുമോ? ലൗ കുന്തു ആമിറൻ അഹദാ അയസ്ജുദ ലി അഹദിൻ ലഅമറതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഇല്ല, ഈ പ്രപഞ്ചത്തിൽ സുജൂദ് അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരാൾക്കുമില്ല. അതല്ലാഹുവിനോട് എന്നെ സൃഷ്ടി ഏറ്റവും അടുക്കുന്ന രംഗമാ. എന്റെ മിഅ്റാജ് 7 ആകാശം കടന്ന് സിദ്റത്തുൽ മുൻതഹ കടന്ന് വഖാബ ഖൗസൈനി ഔ അദ്നാ അല്ലാഹുവിലേക്ക് ചേർന്ന് പോയതായിരുന്നുവെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മിഅ്റാജ് സുജൂദാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സുജൂദ് മനുഷ്യർക്ക് മുമ്പിലില്ല, ജന്തുജാലങ്ങൾക്ക് മുമ്പിലില്ല, ഒരു പ്രതിമക്കും മുമ്പിലില്ല, ഒരു ശക്തിക്കും മുമ്പിലില്ല. റബ്ബല്ലാതെ സുജൂദ് ചെയ്യപ്പെടാൻ അർഹനല്ല. അതുകൊണ്ട് ലൗ കുന്തു ആമിറൻ അഹദാ അയസ്ജുദ ലി അഹദിൻ ലഅമറതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമറതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. പെണ്ണിനോട് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നമ്മുടെ സ്വർഗം കിടക്കുന്നത് എവിടെയാ? അയ്യമംറഅതിൻ മാതത് വസൗജുഹാ അൻഹാറാലിൻ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവ് അവളിൽ പൂർണ്ണമായി തൃപ്തനാണെങ്കിൽ, അവൻ തൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, ദഖലത്തിൽ ജന്ന. ആ പെണ്ണ് സ്വർഗത്തിലെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, സ്വർഗമല്ലേ നമ്മൾ മോഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർഗത്തിലെ വനിതകളെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശാലമായ ഒരു ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശാലമായ ഒരു ഹദീസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആരാണ് ഉമ്മ സ്വർഗത്തിൽ പോകുന്ന പെണ്ണെന്നറിയുമോ? പോവണ്ടേ സ്വർഗത്തിലേക്ക്? മാലാ ഐനോ വലാ ഉദനോ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശറ. അതല്ലേ ജീവിതത്തിന്റെ വിജയം, അതല്ലേ പരിപൂർണമായ വിജയം. അല്ലാഹുവിന്റെ ലിഖാ വേണ്ടേ? കാണണ്ടേ റബ്ബിനെ? കൂടണ്ടേ സ്വർഗത്തിലേക്ക്? അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ലോകത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും കാണാത്ത, ഇന്ന് വരെ വർണ്ണിച്ചിട്ടില്ലാത്ത, കേൾക്കാൻ കഴിയാത്ത ഒരു വർണ്ണിക്കാൻ കഴിയില്ല, ഒരു കവിക്കും വർണ്ണിക്കാൻ കഴിയില്ല, ഒരു എഴുത്തുകാരനും പറയാൻ കഴിയില്ല. ലോകത്ത് നമ്മൾ എത്ര വലിയ ലക്ഷറി നമ്മൾ കണ്ടാലും, എത്ര വലിയ ആഡംബരം മനസ്സിൽ കടന്നു വന്നാലും, നമ്മുടെ ഇമാജിനേഷന്റെയും സങ്കല്പങ്ങളുടെയും അപ്പുറത്തെ ലോകമാണ് സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് മനസ്സിൽ. നമ്മുടെ മനസ്സ് അത്ഭുതമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ റാമും റോമുമായിട്ട് 2 സൈസ് മെമ്മറി ഉണ്ട്. ധാരാളം കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറുകളിലുണ്ട് മെമ്മറി ഉണ്ട്, അതിനൊക്കെ ഒരു അതിർത്തിയുണ്ട്, അതിന്റെ പവറിനൊക്കെ അതിരുണ്ട്. നമ്മുടെ CPU, നമ്മുടെ പ്രോസസിംഗ് യൂണിറ്റ്, നമ്മുടെ മനസ്സ്, നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ അത്ഭുതമല്ലേ?
ഈ നീലസാഗരം അറബിക്കടൽ മുഴുവനും കൊണ്ടുവന്നുകൂടെ? എത്ര ജിബിയാ സ്പേസ്? നമ്മുടെ മനസ്സിന്റെ സ്പേസ് എത്ര ജിബിയാണ്? നമ്മുടെ ഹൃദയത്തിന്റെ സ്പേസ് എത്ര ജിബിയാണ്? അളക്കാൻ കഴിയോ? വിശാലമായ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടുവന്നുകൂടെ നമുക്ക്? ഈ ലോകത്തെ മുഴുവനും മനുഷ്യന്മാര് ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന രംഗം നമുക്ക് ഇമാജിൻ ചെയ്തുകൂടെ? എത്ര വലിയ കിലോമീറ്ററുകൾ ഉയരമുള്ള ബിൽഡിങ്ങുകൾ ഇമാജിൻ ചെയ്തുകൂടെ? വിശാലമായ അനന്തസാഗരത്തിന്റെ അടിത്തട്ടിലൂടെ നീലിമയിലൂടെ ഊളിയിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ ഇമാജിൻ ചെയ്തുകൂടെ? എത്ര അത്ഭുതമാണ് മനസ്സെന്ന് പറയുന്ന പ്രഹേളിക. എന്നാൽ ഈ മനസ്സിന് പോലും സാധിക്കാത്ത, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത ദി അൾട്ടിമേറ്റ്, നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഡംബരങ്ങളേതോ അതിന്റെയും കോടാനുകോടി മടങ്ങപ്പുറത്താണ് സ്വർഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, സ്വർഗത്തിൽ ചേരാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഈ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്, ഏതാനും വിഭാഗം സ്ത്രീകളുണ്ട്. അർബഉം മിനൻ നിസാഇ ഫിൽ ജന്ന വഅർബഉം മിനൻ നാർ. അർബഉം മിനൻ നിസാഇ ഫിൽ ജന്ന വഅർബഉം ഫിൻ നാർ. 4 വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, മറ്റൊരു 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സംസാരത്തിന്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്, വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അർബഉം മിനൻ നിസാഇ ഫിൽ ജന്ന വഅർബഉം ഫിന്നാർ. 4 വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, മറ്റൊരു 4 വിഭാഗം നരകത്തിലാ. ഫഅമ്മൽ അർബഉൽ ലവാതി ഫിൽ ജന്ന. സ്വർഗത്തിലുള്ള 4 വിഭാഗം ഏതെന്നറിയുമോ? സ്വർഗത്തിൽ പോകുന്ന 4 വിഭാഗം സ്ത്രീകൾ ഏതെന്നറിയുമോ? ഫംറഅതുൻ അഫീഫ ത്വയ്യതുൽ ലില്ലാഹ് വലിസൗജിഹാ വലൂദുൻ സാബിറാ ഖാനിഅതുൻ ബിൽയസീരി മഅ സൗജിഹാ ദാതു ഹയാ إن غاب عنها حفظت نفسها ومالها وإن حضر أمسكت لسانها ورابعة امرأة مات عنها زوجها ولها أولاد صغار فحبست نفسها على أولادها. സ്വർഗത്തിൽ പോകുന്ന പെണ്ണുങ്ങളെയാ നബി തങ്ങൾ എണ്ണുന്നത്. ഇംറഅത്തുൻ അഫീഫ, ഒന്ന് പതിവ്രതയായ പെണ്ണാണ്, ഇഫ്ഫത്തുള്ള പെണ്ണാണ്, വ്യഭിചരിക്കാത്ത പെണ്ണാണ്. മനസ്സുകൊണ്ട് പോലും വ്യഭിചരിച്ചു പോവരുതേ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് ലോകം കാണുന്ന ഏറ്റവും വലിയ ഭീകരമായ കാഴ്ചയതാണ്. സെക്ഷൽ ലിബറൈസേഷനാണ്, ലൈംഗിക അരാജകത്വമാണ്. എത്ര വാർത്തകളാ വന്നുകൊണ്ടിരിക്കുന്നത്. ഹറാം ഒരു പ്രശ്നമല്ലാതെയായിരിക്കുന്നു, ഹറാം ഒരു പ്രശ്നമല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം വിവാഹത്തിന്റെ സദസ്സിൽ നിന്ന് പോലും അന്യമതസ്ഥന്റെ കൈപിടിച്ചിറങ്ങുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ വായിച്ചിട്ട് മനസ്സ് നുറുങ്ങി നിൽക്കുന്ന പിതാക്കളല്ലേ നാം? എത്രയെത്ര ഉമ്മമാരാണ്, 5-6 മക്കളുള്ള ഉമ്മമാർ, ചെറിയ തന്റെ മക്കളുടെ പ്രായമുള്ള യുവാക്കളുടെ കൈപിടിച്ചിറങ്ങി പോകുന്ന കാഴ്ചകൾ എത്രയെത്രയാണ്. ക്യാമ്പസിലെ പ്രണയങ്ങൾ എന്താ ഭീകരമല്ലയോ? ക്യാമ്പസിലെ പ്രണയങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. 80% പ്രണയിക്കുന്ന ജോഡികളാണ്. അതിലേകദേശം 30% ഇന്റർകാസ്റ്റ് ലവ് ആണ്. മറ്റു മതങ്ങൾ തമ്മിൽ മതം പ്രശ്നമല്ലാതെയായിരിക്കുന്നു, സംസ്കാരം പ്രശ്നമല്ലാതെയായിരിക്കുന്നു, ഒന്നും പ്രശ്നമല്ല. പ്രിയപ്പെട്ട യുവത്വമേ, നിങ്ങൾക്കാരാണ് ഇങ്ങനെ ഒരു ഐഡിയോളജി പഠിപ്പിച്ചത്? നിങ്ങൾ ആരുടെ പിന്നിലാണ്? നിങ്ങളുടെ സംസ്കാരം ഏതാണ്? നിന്റെ വിശ്വാസ സംഹിത ഏതാണ്? ഇംറഅത്തുൻ അഫീഫ, ഇംറഅത്തുൻ അഫീഫ. സ്വർഗ്ഗത്തിൽ പോവണോ? വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരമെന്നാൽ കേവലം നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈംഗികമായ ബന്ധമല്ല, ലൈംഗികമായ ബന്ധമല്ല. അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ ഭീകരമായിട്ടാ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അല്ലാഹുവിന്റെ ഖുർആനിൽ എത്ര നിയമങ്ങളുണ്ട്, എത്ര കൽപ്പനകളുണ്ട്, എത്ര കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും കാണാത്ത ഒരു രീതിയിലല്ലയോ ലാ തഖറബുസ്സിനാ ലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. നിങ്ങളെ വ്യഭിചരിക്കല്ല എന്നല്ല, നിങ്ങളെ വ്യഭിചരിക്കരുതേ എന്നല്ല, വ്യഭിചാരത്തോട് അടുത്തു പോവല്ല, അതിന്റെ വഴികൾ പോലും തേടല്ല, അതിന്റെ വഴികളിലേക്ക് കയറി ചെല്ലല്ല. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറയുന്നത്, അത് വൃത്തികെട്ട മാർഗമാ. വസാഅ ഫാഹിഷാത് അങ്ങേയറ്റം വൃത്തികെട്ട കാര്യമാ. വസാഅ സബീലാ ഏറ്റവും വൃത്തികെട്ട മാർഗമാ. അതിന്റെ വഴികൾ പോലും അടച്ചില്ലയോ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന. പുരുഷവർഗമേ, അന്യ പെണ്ണിനെ കാണുമ്പോ കണ്ണ് താഴ്ത്തിക്കോ. എന്റെ പ്രിയപ്പെട്ട സ്ത്രീവർഗമേ, മുഅ്മിനാത്തുകളെ, അന്യാണിനെ കാണുമ്പോൾ കണ്ണ് താഴ്ത്തിക്കോ. ഇത് വല്ലാത്ത ഒരു കാര്യമാണ്. ഇത് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ആകർഷണം പോലെയാണ്. ഇത് കാന്തവും ഇരുമ്പും തമ്മിൽ പോലെയല്ല, ഒരാകർഷണമാണ്. അത് മനുഷ്യത്വത്തിന്റെ പ്രകൃതിയാണ്. രക്ഷപ്പെടാൻ വാതിലുകൾ കൊട്ടിയടക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല. വാതിലുകൾ അടച്ചു കളയലല്ലാതെ, അതിലേക്ക് നയിക്കുന്ന വാതിലുകൾ അത് തച്ചു തകർക്കലല്ലാതെ മറ്റൊരു രക്ഷയില്ല. രക്ഷപ്പെടാൻ കഴിയാത്ത തെറ്റാണ്, പിന്തിരിഞ്ഞോടാൻ കഴിയാത്ത തിന്മയാണ്. ലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരമെന്നാൽ കേവലം ലൈംഗികമായ ബന്ധപ്പെടൽ മാത്രമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, കുതിബ അലാ ബനി ആദം അല്ലാഹു മിനസ്സിനാ. ആദം സന്തതികളുടെ മേൽ അവരുടെ വ്യഭിചാരത്തിന്റെ അളവുകൾ, അവരുടെ വ്യഭിചാരത്തിന്റെ അവരുടെ വിഹിതങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഫൽഐനാനി സിനാഹുമൻ നളറ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്, കാതിന്റെ വ്യഭിചാരം അൽ-ഇസ്തിമാഅ് അത് കേൾവിയാണ്, കയ്യിന്റെ വ്യഭിചാരം സ്പർശനമാണ്, കാലിന്റെ വ്യഭിചാരം തന്റെ കാമുകനെ കാണാൻ, തന്റെ കാമുകിയെ കാണാൻ നടന്നു പോവലാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ കോളേജിലേക്ക് കടന്നു പോകുമ്പോ, നമ്മൾ കോളേജിലേക്ക് നടന്നു പോകുമ്പോ നമ്മളുടെ പ്രാണേശ്വരിയെ, നമ്മുടെ പ്രേയസിയെ, നമ്മുടെ കാമുകിയെ കാണണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാ, കാമുകനെ കാണണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാ നീ കോളേജിൽ പോകുന്നത്. നിന്റെ ഓരോ കാലടിപ്പാടും വ്യഭിചാരമാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നോട്ടം വ്യഭിചാരമാ, കേൾവി വ്യഭിചാരമാ, സ്പർശനം വ്യഭിചാരമാ. വൽ ഖൽബു യഹ്വി വയതമന്നി. ഹൃദയത്തെ പോലും അടക്കി നിർത്തിക്കോ. അർഹതയില്ലാത്തത് മോഹിക്കണ്ട, അവകാശമില്ലാത്തത് ആഗ്രഹിക്കണ്ട. അത് മനസ്സിന്റെ വ്യഭിചാരമാ. നബി മുഹമ്മദ് അവസാനത്തെ പടിയാണ് ലൈംഗികമായ ബന്ധമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന്റെ മുമ്പേ അവർ വ്യഭിചാരത്തിലേക്ക് കടന്നുപോയി എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് ഇബ്ലീസ്. നോട്ടം ഇബ്ലീസിന്റെ വിഷത്തിലോട്ടിയ അമ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ചെറുപ്പക്കാരാ, പഴയ പോലല്ല. ഇന്ന് നോട്ടവും, ഇന്ന് സംസാരവും, ഇന്ന് ബന്ധവും, ഇന്ന് എല്ലാ തരത്തിലുമുള്ളതും നമ്മുടെ വിരൽത്തുമ്പുകളെ കൊണ്ടാണ്, വിരൽത്തുമ്പുകളാൽ കൈമാറപ്പെടുന്ന കാലമാണ്. ഇൻഷാ അല്ലാഹ് വിഷയം മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. പോകുന്നിടത്തോളം പോവട്ടെ, അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലം പോലെ ഒന്നുമല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാവിനേക്കാൾ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് വിരൽത്തുമ്പുകളെ കൊണ്ടാണ്. ഇന്ന് പ്രണയങ്ങൾ മുട്ടിടുന്നത് ഇവിടെയാണ്, ഇന്ന് പ്രണയങ്ങൾ നശിക്കുന്നതും ഇവിടെയാണ്, ഇന്ന് ശരീരങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതും ഇവിടെയാണ്, കണ്ടുമുട്ടുന്നത് ഇവിടെയാണ്, പിരിയുന്നതും ഇവിടെയാണ്. പഴയ പോലെയൊന്നുമല്ല. വഴിവക്കിൽ കാത്തിരിക്കേണ്ട അവസ്ഥയില്ല, അല്ലെങ്കിൽ ആരാരും കാണാതെ ലവ് ലെറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ വഴിതെറ്റി വന്ന ഒരു മിസ് കോളിലൂടെ പ്രണയം മുട്ടിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വാട്സപ്പ് പ്രണയങ്ങൾ, എത്ര ഫേസ്ബുക്ക് പ്രണയങ്ങൾ. ആരാണെന്നറിയാത്ത, എന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ടുമുണ്ട്, അറിയാതെയുമുണ്ട്. വീട്ടമ്മമാർ, എത്ര വീട്ടമ്മമാരാണ് ജീവിതത്തിന്റെ വഴിയിൽ തിരിച്ചു കയറാനാവാത്ത വിധം വലിയ ആപത്തുകളിൽ കുടുങ്ങിപ്പോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാചകം. നമ്മളൊക്കെ നെറ്റിസൻസ് ആണ്. ഞാനും നിങ്ങളുമൊക്കെ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെയുള്ള ആധുനിക സങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന ന്യൂ ജനറേഷൻ തലമുറയാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ലോകം മുഴുവനും കിടന്നുറങ്ങുമ്പോ, ലോകം മുഴുവനും ഇരുളിന്റെ കരിമ്പടം മുതച്ച് സുഖസുഷുപ്തിയിൽ ആണ്ടുപോയിരിക്കുന്ന സമയത്ത് നിന്റെ മൊബൈൽ ഫോൺ തുറന്നിട്ട് നിന്റെ വാട്സപ്പിലൂടെ നിന്റെ കാമുകിയോട് നീ പഞ്ചാര മെസ്സേജുകൾ അയക്കുന്നോ, ചിത്രങ്ങൾ പരസ്പരം കൈമാറുന്നോ? ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പങ്ങളെ, നമ്മളൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയാൽ, ഒരു ജ്വല്ലറിയിൽ കയറിയാൽ അവിടെ CCTV ഉണ്ടെങ്കിൽ നമ്മളെത്ര മാന്യന്മാരാണ്. നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ക്യാമറയുള്ള സ്ഥലമെത്തിയാൽ ഞാനും നിങ്ങളുമൊക്കെ എത്ര മാന്യന്മാരായ ഡ്രൈവർമാരാണ്. പേടിയാ, ക്യാമറയെ പേടിയാ. ചിത്രമെടുത്ത് പോകും, നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് ഫൈൻ അടക്കാനുള്ള റെസിപ്റ്റും പേടിച്ചിട്ട് നമ്മളെ എത്ര മാന്യന്മാരാ. എന്നാൽ ഒരു ക്യാമറ ഇല്ലേ, ഒരു CCTV ഇല്ലേ? യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചാഞ്ചാട്ടമറിയുന്ന അല്ലാഹ്, നിന്റെയും എന്റെയും മനസ്സിലൂടെ വ്യാപരിക്കുന്ന ചിന്തകളുടെ തമ്പുരാനായ അല്ലാഹ്, അവനറിയാതെ ഇവിടെ ഒരു ഇല അനങ്ങുമോ? അവനറിയാതെ നമ്മുടെ മനസ്സിലൊരു ചിന്ത കടന്നു വരുമോ? അവനറിയാതെ നമ്മുടെ ഒരു നോട്ടം പോലും നടക്കുന്നുണ്ടോ? വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും എഴുതി വെക്കാതെ ഒരു കാര്യം പോലും സംസാരിക്കാൻ കഴിയുമോ? ഒരു മെസ്സേജ് അയക്കാൻ കഴിയുമോ? ഒരു ചിത്രം വിടാൻ കഴിയുമോ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ വിരൽ തുമ്പുകൾ, നമ്മുടെ എല്ലാമെല്ലാം ചോദിക്കപ്പെടാനുള്ളതാ. എല്ലാമെല്ലാം ചോദിക്കപ്പെടാനുള്ളതാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലയോ, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ
മലകത് ഐമാനുഹും ഫമൻ ഇബ്തഗാ വറാഅ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇണകൾ നിങ്ങൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന സ്ത്രീകൾ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകൾ, ഇതിന്റെ അപ്പുറം ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതിന്റെ അപ്പുറം എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും, അത് വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, അശ്ലീല വീഡിയോകളാവട്ടെ, വൃത്തികെട്ട മെസ്സേജുകളാവട്ടെ, വൃത്തികെട്ട കഥകളാവട്ടെ, സിനിമാ നടിയുടെ പോസ്റ്ററാവട്ടെ, അവളുടെ ചിത്രമാവട്ടെ, സിനിമയാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. തന്റെ ഇണക്കപ്പുറത്ത് ഏത് മാർഗം സ്വീകരിച്ചാലും ഫഉലൈക ഹുമുൽ ആദൂൻ. അവര് അതിരുകൾ വിട്ട് കടന്നവരാ, അല്ലാഹുവിനെ വെല്ലുവിളിച്ചവരാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടില്ല വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് വിശാലമായ വിഷയമാണ്. ഇവിടെ മജ്‌ലിസിനോട് തുടങ്ങാനായി എന്ന് നിങ്ങൾ എനിക്ക് ഏകദേശം സിഗ്നൽ തന്നു കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എവിടെ എത്തിയിട്ടില്ല വിഷയം പറയാൻ ഇനിയും ധാരാളം കിടക്കുകയാണ്. അങ്ങേയറ്റം വൈകിയാണ് തുടങ്ങിയത്. ഏതാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരിക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ 2 ലക്ഷം രൂപ ബാധ്യതയാണ് എന്ന് ഇന്നലെ കീച്ചേരി ഉസ്താദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് നമുക്ക് ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഹുസൈൻ കോയ തങ്ങളുടെ അടുത്ത്, പട്ടാമ്പി തങ്ങളുടെ അടുത്ത് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ കുറിപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് വളരെ കുറച്ച്, എല്ലാം കുറെ ഒരുപോലെയുള്ള ഇതെല്ലാം ഒഴിവാക്കി നമ്മുടെ ഈ മദ്രസയിൽ 3ാം ക്ലാസ് പഠിക്കുന്ന അൻസീറ എന്ന വിദ്യാർത്ഥിക്ക് കിഡ്നി ഓപ്പറേഷന് വേണ്ടിയിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 വർഷമായി വയറ്റിൽ മുഴയായി ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചപ്പോൾ സാമ്പത്തിക കുറവും സാഹചര്യവും കാരണം അതിന് സാധിച്ചിട്ടില്ല. ഈ മജ്‌ലിസുൻ നൂറിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ സുഖേട് മാറ്റിത്തരണമെന്ന് ആ സഹോദരിയുടെ ഭർത്താവ് വളരെ വിഷമത്തോടു കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൾ ഷഫ്ന എന്ന 8 വയസ്സുള്ള മോക്ക് ബ്ലഡ് ക്യാൻസറാണ്. 30 ലക്ഷം രൂപ മജ്ജ മാറ്റി വെക്കാൻ പറയുന്നു. ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു സഹോദരി. മറ്റൊരു വല്ലാത്തൊരവസ്ഥയുള്ളത്, ഒരേ സംഭവത്തിൽപ്പെട്ട, ഒരേ സംഘടനകളിൽപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ 2 ഒരു വീട്ടിലെ ഒരു ഉമ്മ പറയുന്നു, എൻ്റെ മക്കള് രണ്ടും സമസ്ത കേരള ജമിയത്തുലമായുടെ ന്യായി തന്നെ ആകണം എന്ന് അവർ പ്രവർത്തകനിൽ നിന്ന് മാറ്റി നിർത്താൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ പോയ ഭർത്താവുമായിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. മകളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിദേശത്തുള്ള മകന്റെ മക്കളുടെ നാഫിയായതിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ സുക്കേടിന് വേണ്ടിയിട്ട് എല്ലാവിധ സുക്കേടും അവർ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. മുട്ടുവേദന, കാലുവേദന, അങ്ങനെ. പിന്നെ ഇസ്ലാമിക് സെന്ററിൽ ഒരു കൂട്ടം യുവാക്കള് 10 കസേര, നല്ല എക്സിക്യൂട്ടീവ് കസേര സംഭാവന ചെയ്തിട്ടുണ്ട്. വിസ എത്രയും പെട്ടെന്ന് കിട്ടാൻ ദുആ ചെയ്യാൻ ഒരു സഹോദരി. മറ്റൊരു സ്വഭാവ്, പിന്നെ ഈ ഇന്ന് ഭക്ഷണം നൽകിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടി അതിൻ്റെ കൂടെ ഒരു സഹോദരൻ വെള്ളവും നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ ഉമ്മാക്ക് ദുആ ചെയ്യാൻ ഒരുപാട് ആള് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി, നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
നമ്മുടെ ഇവിടുത്തെ യുവാക്കൾ എങ്ങനെ അവരോട് നന്ദി പറയണമെന്നൊന്നും നമുക്കറിയുന്നില്ല. അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് ഉസ്താദിന്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ മക്കൾക്ക് വേണ്ടി, ആ യുവാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, പുണ്യ സമസ്തക്ക് വേണ്ടി അവർ ചെയ്ത സേവനം അള്ളാഹു സ്വീകരിക്കും. അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉസ്താദുമാരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി അറിയിക്കുന്നു. മറ്റൊന്ന്, ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നാളെ 10 മണിക്ക് സമസ്ത കേരള സുന്നി ബാലവേദിയുടെ കുരുന്നുകൂട്ടം പരിപാടി നമ്മുടെ മക്കൾക്ക് 5 വയസ്സിൽ 5ാം ക്ലാസ് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു 60 കുട്ടികൾക്കുള്ള ക്ലാസ് നാളെ ഇസ്ലാമിക് സെന്ററിൽ നടക്കും. നമ്മളെ 5 ക്ലാസിന്റെ മുകളിലുള്ള മുഴുവൻ മക്കളെ നാളെ 10 മണിക്ക് നിങ്ങൾ ഈ ഇസ്ലാമിക് സെന്ററിൽ എത്തിക്കണം. വൈകുന്നേരം 4 മണിക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമുള്ള ക്ലാസ്സാണ്. ഇന്റർനാഷണൽ ട്രെയിനറായ ഹക്കീം മാസ്റ്റർ മാടക്കല്ലാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 പരിപാടികൾ നിങ്ങൾ സഹകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നാളെ നമ്മുടെ സമാപനമാണ്. നാളെ നമ്മുടെ സമാപന സമ്മേളനത്തിൽ SKSF സംസ്ഥാന സെക്രട്ടറി സത്താർ പന്തല്ലൂർ സാഹിബ് മുഖ്യ പ്രഭാഷണം നടത്തും. അതുപോലെ അതിനുശേഷം ദാരിമി കൊളത്തർ ആൻഡ് പാർട്ടിയുടെ ഇസ്ലാമിക് കഥാപ്രസംഗം ഉണ്ടാവും. പരിപാടികളിലെല്ലാം നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഹോദര സഹോദരിമാരെ, മജ്‌ലിസുന്നൂർ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് നിർത്തുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ യുവാക്കൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അല്ലാഹു തആല അവരിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇസ്ലാമിക് സെന്റർ പരമാവധി ഉപയോഗപ്പെടുത്താൻ, സമൂഹത്തിന്റെ നാനാതുറയിൽ ആവശ്യം വരുന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ നമ്മൾ ഇതിന് ഉപയോഗപ്പെടുത്തണം. പിന്നെ ഇതിന് വലിയ കടമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പിരിവ് നടത്താനൊന്നും സമയമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്, നിങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടവരെ ഒരിക്കലും നിരാശരാക്കരുത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ എവിടെയുള്ള എപ്പോഴുള്ള പ്രാർത്ഥനകളിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഈ സമയത്ത് വസിയത്ത് ചെയ്യാണ്. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ സ്വാലിഹായ അമലാക്കി സ്വീകരിക്കണേ. അല്ലാഹുവേ, പടച്ചവനെ, എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പരിഹരിക്കണേ. ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും ചെയ്ത രഹസ്യവും പരസ്യവും വലുതും ചെറുതുമായ സകല പാപങ്ങളും പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പാപപ്പെട്ട അടിമകളല്ലയോ? നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ വായു ശ്വസിച്ച്, നിന്റെ ഭക്ഷണം കഴിച്ച് നീ തന്ന വീട്ടിൽ കിടന്നുറങ്ങി അല്ലാഹുവേ നന്ദി കെട്ടുപോയവരാണ്.